ചേലാമറ്റത്ത് താമസിക്കുന്ന തോഴേലി വീട്ടിൽ അപ്പു എന്ന് വിളിക്കുന്ന അനശ്വറാണ് ഈ രക്ഷകൻ. തിങ്കളാഴ്ച വൈകിട്ട് ചേലാമറ്റം ക്ഷേത്രക്കടവിൽ അപ്പുവും അമ്മ സിന്ധുവും കുളിക്കാനെത്തിയതാണ്. അപ്പോഴാണ് ആ കാഴ്ച കണ്ടത്. പുഴയിലൂടെ എന്തോ മുങ്ങിപ്പൊങ്ങുന്നതുപോലെ തോന്നി. അതൊരു മനുഷ്യക്കുഞ്ഞാണെന്ന് മനസ്സിലായതോടെ അപ്പു ഒന്നും നോക്കാതെ പുഴയിലേക്കെടുത്ത് ചാടി. മുങ്ങിത്താഴ്ന്നുകൊണ്ടിരിക്കുന്ന 2.5 വയസ്സുകാരനെയും എടുത്ത് നേരെ കരക്കെത്തി. ഉടൻ തോളിലിട്ട് തട്ടിയതോടെ കുട്ടി കുടിച്ച വെള്ളം ഛർദ്ദിച്ചു. കടവിന് സമീപത്ത് അപ്പോഴേക്കും ഓടിക്കൂടിയ 2 പേർ ചേർന്ന് കുഞ്ഞിനെ ഉടൻ ആശുപത്രിയിൽ എത്തിച്ചു. ഈ പുഴയും ഇവിടത്തെ നീരൊഴുക്കും അപ്പുവിന് കുഞ്ഞു പ്രായം മുതലേ പരിചയമാണ്. ഒരു കുട്ടി ഇങ്ങനെ മുങ്ങി പോയിട്ടായില്ല, പക്ഷെ ഇങ്ങനെ പൊങ്ങി കിടക്കുമായിരുന്നു, കൈയൊക്കെ ഇങ്ങനെ അടിച്ചുകൊണ്ട്. ഞാൻ വേഗം ഇറങ്ങി ചെന്നിട്ട് കുട്ടീനെ എടുത്തിട്ട് തോളത്തിട്ട് ഇങ്ങനെ തട്ടുക ചെയ്തത്. അപ്പൊ കഴിഞ്ഞപ്പോ കുട്ടി ഛർദ്ദിക്കുകയൊക്കെ ഉണ്ടായി. ഇവിടെ അടുത്തുണ്ടായ ഒരു പോൾ എന്ന് പറഞ്ഞ ചേട്ടനും ബൈജു എന്ന് പറഞ്ഞ ചേട്ടനും കൂടെ വേഗം ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവുക ചെയ്ത്. അങ്ങനെ അല്ല, ഞാനിവിടെ വരാറില്ല, അപ്പൊ എനിക്കറിയാം എനിക്ക് എവിടെ വരെ നിലയുണ്ടെന്ന്. ഞാൻ നിലയുള്ളടുത്താ ഇറങ്ങിയ. എനിക്ക് തോന്നിയത് വല്ല ബൊമ്മയും കണ്ടുപോകാൻ പറയണമെന്ന്. കാരണം ആരും ഇല്ലാത്തടത്ത് ഒരു കൊച്ചു കിടക്കുന്ന ഒരു പ്രതീക്ഷയില്ല. അത് കഴിഞ്ഞപ്പോഴാണ് കൊച്ചിനെ കണ്ടാവൻ പറഞ്ഞത് അറിയാണ്ട് ചാടലും കഴിഞ്ഞു, എടുക്കലും കഴിഞ്ഞു, കയറിയും തട്ടലും എല്ലാം പറഞ്ഞ നേരം കൊണ്ട് കഴിഞ്ഞു. ക്ഷേത്രത്തിന് സമീപമുള്ള വീട്ടിലെ കുട്ടിയാണ് പുഴയിൽ വീണത്. കളിക്കുന്നതിനിടെ കാൽവഴുതി കുട്ടി പുഴയിൽ വീണതാകാമെന്നാണ് കരുതുന്നത്. കുട്ടി അപകടനില തരണം ചെയ്തു. ഒക്കൽ ശ്രീനാരായണ ഹയർ സെക്കൻഡറി സ്കൂളിൽ +2 വിദ്യാർത്ഥിയായ ഈ കൊച്ചുമിടുക്കനെ തേടി ഒരു നാട് മുഴുവൻ ഇപ്പോൾ അഭിനന്ദന പ്രവാഹവുമായി എത്തുകയാണ്. കുഞ്ഞിനെ രക്ഷിച്ച അപ്പുവാണ് ചേലാമറ്റത്തുകാരുടെ ഇപ്പോഴത്തെ ഹീറോ. മാതൃഭൂമി ന്യൂസ്, കൊച്ചി.